ആ അത് ഓസ് എടുക്ക്, എയിം ചെയ്ത് വെക്കി. ഓക്കെ, ഇനി പ്രസ് ചെയ്തേ. ഓക്കെ, മനസ്സിലായോ? പെൺകുട്ടി പെൺകുട്ടി ഒരു പെൺകുട്ടി. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായില്ലേ? ചെയ്യണേ. ഇനി ഇതേപോലെ കുറച്ചുകൂടെ ഇങ്ങോട്ട് വെച്ചോ. തീ സെറ്റ് ചെയ്തെടുക്കും. ചെയ്തോ. അത് പ്ലാസ്റ്റിക് പോകരുത്, അതിന് മുന്നേ ചെയ്യണേ. ഓക്കെ, മതി. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ആ രീതിയിൽ വേണം നീ എന്ത് ചെയ്യാൻ, എക്സ്റ്റിങ്ക്വിഷർ എടുത്ത് ഉപയോഗിക്കാം. ഇനിയിപ്പോ വെറുതെ ഇവിടെ കിടക്കുമ്പോൾ പോയിട്ട് അത് എടുത്ത് ഉപയോഗിക്കരുത്. തീ വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കുക. ഓക്കെ, മെത്തേഡ് മനസ്സിലായില്ല എല്ലാവർക്കും? ശരി. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട വേറൊരു സംഭവം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ? ഇവിടുത്തെ വെറ്ററൈസേഴ്സ് ഉണ്ട് അല്ലേ, റൈസ് മക്കളെ. അപ്പൊ ഈ ഒരു സംഭവം എന്താ? ഈ ഒരു സംഭവം പൈപ്പ് അല്ലേ? പൈപ്പ് നല്ലതിന് പറയേണ്ടത് എന്താ? ഇതൊരു ഓസാണ് അല്ലേ, ഓസാണ്. അപ്പൊ നമ്മളെ അവിടെ ഫിക്സ്ഡ് ഫയർ ഇൻസ്റ്റാളേഷൻ എന്നാണ് അതിന് പറയാ. അപ്പൊ അതിനകത്തുള്ള ഒരു ഓസ് റീൽ ഉണ്ട്. ഈ ഓസിന്റെ പേര് ഓസ് റീൽ ഓസ് എന്നാണ്. എന്താ പറയാ? ഓസ് റീൽ ഓസ്. ഒരു റീലിന്റെ മുകളിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഓസ് ആയതുകൊണ്ട് ഓസ് റീൽ ഓസ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് എവിടെയാണോ തീയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഈ ഭാഗത്തല്ലേ, ഇപ്പൊ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് തീ പിടിച്ചത്. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു ഓസ് റീൽ ഉണ്ടാവും. ഈ ഓസ് റീൽ നമ്മൾ എന്ത് ചെയ്യാ, ഇതേപോലെ പിടിച്ച് അവിടെ അങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എടുത്തോണ്ട് വരിക. എടുത്തോണ്ട് വന്നിട്ട് ഇവിടെയാണ് തീ പിടുത്തത്, ഇവിടെ തന്നെ തീ പിടിച്ചത്. ഇവിടെയാണ് തീ പിടിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടം വരെ ഈ ഓസ് റീൽ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. എന്നിട്ട് ഒരാൾ ഇവിടെ നിൽക്കുക. എന്നിട്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാറിനോട് പറയാണ്, സാറിനോട് ഈ മൂലയില് ഒരു സ്വിച്ച് ഉണ്ട്. നിങ്ങൾ പോയിട്ട് വെറുതെ പോയിട്ടൊന്നും ഞെക്കരുത്. ഒരു എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ ടീച്ചറിനോട് വിളിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കുക ഏത് സ്വിച്ചാണ് ഞെക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അവിടെ ഒരു സ്വിച്ച് ബോർഡിനകത്ത് ഒരു പച്ച ബട്ടൺ ഉണ്ട്. ആ പച്ച ബട്ടൺ ഒന്ന് ഓപ്പൺ ആക്കുക. അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്റെ തെറ്റല്ല. നീ ഒരു കാര്യം, ആ ചെടിക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്തോ. വയ്ക്കോ, നേരെ വലിച്ചോട്ട് വയ്ക്കോ. ആ ചെടിയൊക്കെ നനച്ചിട്ട് പോരി കേട്ടോ. വയ്ക്കോ. എടാ, അപ്പുറത്ത് ആളുണ്ടാവും. താഴേക്ക് അടി ഇട്ടോ അപ്പുറത്തേക്കൊക്കെ പോയാല്. ഓക്കെ, മനസ്സിലായോ? യെസ്, ഓസ് എടുത്തോണ്ട് വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, തീ പിടിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അടുത്തേക്ക് പോവുക. അവിടെ സാറിനോട് പറയാ, അവിടെ എന്ത് ഒരു പച്ച ബട്ടൺ ഉണ്ട് അല്ലേ, അങ്ങ് അറ്റത്തെ ഒരു പച്ച ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കാൻ പറയാ. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓസ് റീലിൽ കൂടെ വെള്ളം വരും. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് തീപിടുത്തുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യൂലേ? ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇനി എന്തുണ്ടെങ്കിലും ഇതേപോലെ നിങ്ങൾ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കാൻ അറിയാം, അതേപോലെ ഓസ് റീൽ ഉപയോഗിക്കാൻ അറിയാം. വാ മോനെ, നനച്ചാൽ മതി. വാ, അത് ഓഫായിക്കോ. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യാ, നിങ്ങൾ തീ കെടുത്തുക. മനസ്സിലായോ? ശരി. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം. നോക്കിയേ, ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമ്മൾ ഫയർ ഫൈറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം കേട്ടോ.
ചിലതൊക്കെ ഇലക്ട്രിക് ലൈനിലൊക്കെ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് തീപ്പൊരി വീണ് താഴത്തെ പുല്ലൊക്കെ കത്തിയിട്ട് എന്ത് ചെയ്യും, തീ ഉണ്ടാവും. അപ്പൊ പൊതുവെ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഈ അനാവശ്യമായിട്ടുള്ള ഉണങ്ങിയ പുല്ലുകളൊക്കെ ഉണ്ടെന്ന് വെച്ചോ. ഈ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പുല്ലുകളൊക്കെ വീട്ടിലെ അമ്മേനോടും അച്ഛനോടും പറഞ്ഞിട്ട് വെട്ടി ക്ലീൻ ആക്കാൻ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് നിങ്ങളെ വീട് എന്ന് വെച്ചോ, ഇതാണ് നിങ്ങളെ വീട്. ഇവിടെ വരെ പുല്ലുണ്ട്, ഉണങ്ങിയ പുല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ എന്താവും, നിങ്ങളെ വീട്ടിലേക്ക് എന്ത് ചെയ്യും, ഈ തീ വരും, സ്പ്രെഡ് ആവും. അപ്പോൾ ആ പുല്ല് ചെത്തി കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആവില്ല, തീ എന്ത് ചെയ്യില്ല, സ്പ്രെഡ് ആവില്ല. അപ്പോൾ ഈ ഉണങ്ങിയ പുല്ലുകളൊക്കെ വീടിന്റെ ചുറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടുകാരോട് പറഞ്ഞിട്ട് അതൊക്കെ ചെത്തി കളയാനുള്ള ഏർപ്പാട് ചെയ്യണം. ഓക്കെ.